നമ്മളിവിടെ വന്നപ്പോൾ ഒരു ബാൻഡുണ്ട്, ദേവദൂതൻ എന്ന് പറയുന്ന ബാൻഡാണ്. അവർ നമുക്ക് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ആ പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അവർ ആ പാട്ട് അല്പസമയം മുമ്പ് വേദിയിൽ പാടി. ആ പാട്ട് നമ്മളൊന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കാം. റെഡിയല്ലേ? അപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അയ്യപ്പ മാഷാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? കരൾ പാതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ, കരൾ പങ്കിടാൻ വയ്യ എന്നാണ് പറഞ്ഞത്. അതേപോലെ ലഹരിയുടെ പക്ഷികൾ കരൾ പങ്കിടാതെ ചെസ്സിലേക്ക്, കരിക്കങ്ങളിലേക്ക് ലഹരി പിടിക്കണം നമ്മുടെ തലമുറയ്ക്ക് എന്നതാണ് നമ്മുടെ ഈ പാട്ടിൻ്റെ ആശയം. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം. റെഡി? 1 2 3. പകലിരവുകളിൽ ജീവിതം പലഗതികളിലായി പോകവേ, നിറമണിയും പൂങ്കാവനം നിറച്ചിരിയായി മുന്നിലോ വഴിനീളേ ശലഭം മിഴിയോരം പവിഴം ചതിയേറും വഴിയിൽ ചിത തീർക്കും ഞാനതിലൊരു ചാരം. ആ സൂപ്പർ, ഗംഭീരമായിട്ടുണ്ട്. ഒരു പാട്ടും കൂടി വേണം നമ്മൾ ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പാട്ടുകാരാണ്. ഇത് കൂടാതെ വേറെ ജോലികളൊക്കെ ചെയ്യുന്നവരായിരിക്കുമല്ലോ അല്ലേ? എന്താ ചെയ്യുന്നത്? ഞാൻ ഫുൾ ടൈം മ്യൂസിഷ്യനാണ്. IIM-ലാണ്. എവിടെ? കോഴിക്കോട്. ദേവാശിസ് സാറിൻ്റെ ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇങ്ങോട്ട് വന്ന്. ഓക്കെ, ഞാൻ ബാങ്കിങ്ങിന്റെ ലോൺ സെക്ഷനിൽ വർക്ക് മെഡിക്കൽ റിപ്പോർട്ട്. ഓക്കെ, സിംഗറാണ്, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. ആണോ? വെരി ഗുഡ്. സിംഗറാണ്, പിന്നെ ഒരു ഷോപ്പ് ഉണ്ട്. ഓക്കെ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. റെഡി? ഇവിടെ ഓഡിയോ എഞ്ചിനീയർ ആണ്. ഓക്കെ, ഫോട്ടോ സ്റ്റുഡിയോ. ഓക്കെ, റെഡി. അപ്പോൾ എന്തായാലും ഉഷാറാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഉണ്ട്, പിള്ളേർക്കൊക്കെ പാട്ട് ഇഷ്ടമായി. അപ്പോൾ ഇനി ചെസ്സാണ് പിടിക്കുന്നത്. നിങ്ങളൊക്കെ ചെസ് കളിക്കുന്നവരാണോ എല്ലാവരും? ചെസ് കളിക്കാത്ത എത്ര പേരുണ്ട്? 3 പേർക്ക് ചെസ് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടേ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളൊന്ന് കാണണം. ചെസ് കളിക്കണ്ടേ? അപ്പോൾ നമ്മൾ ഉഷാറാക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കടലുണ്ടിയിലെ ഒരു ചെസ് ഗ്രാമമായിട്ട് മാറും. പിന്നെ കടലുണ്ടിക്ക് അങ്ങനെ ഒരു പേര് കൂടി വരും. കടലുണ്ടിക്ക് ഒരുപാട് പേരുകളുണ്ട്, ഒരുപാട് പക്ഷികൾ വരുന്ന സ്ഥലമാണ് കടലുണ്ടി. അതൊരു റിസർവ് കൂടിയാണെന്ന് പ്രേക്ഷകർക്കറിയാം. ചാലിയത്തിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പറഞ്ഞാലും തീരാത്ത ചരിത്രമുണ്ട് ചാലിയത്തിന്.